ചരൽമണ്ണ് നിറഞ്ഞിട്ടുള്ള താഴ്വരകളില് നല്ല ചുവന്ന പൂക്കൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ച പോലെയാണ് സൗദിയിലെ ചില പ്രദേശങ്ങളെ ഇപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവിടെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാട്ടു താമര ഇപ്പൊ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സീസൺ ആണ്. നമ്മുടെ ഇവിടെ ഈ ഒരു ഫെസ്റ്റീവ് സീസണില് ഈ താമരേനെയൊക്കെ പറ്റി പറയുമ്പോ ലക്ഷ്മി ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂവാണ് യെസ്, താമരപ്പൂ, അല്ലെ? താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. അതെ. അതേപോലെ ദുർഗാദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുല്ലപ്പൂവാണ് എന്നാണ് പറയുന്നത്, അല്ലെ? ശരിക്കും ദുർഗാദേവിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ദുർഗാദേവിയെ ആരാധിക്കുന്ന ആഘോഷത്തിന്റെ ദിനങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. നവരാത്രി ആഘോഷങ്ങൾ ഇന്ത്യയിലാകമാനം എല്ലാ സംസ്ഥാനങ്ങളിലും നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് അതിന്റെ ഒന്നാമത്തെ ദിവസമാണ്. അതെ, ഇന്ന് നവരാത്രിയുടെ ആദ്യത്തെ ഒരു രാത്രിയാണ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇന്ത്യയിൽ ഉടനീളം ഒരു ആഘോഷത്തിന്റെ വൈവിധ്യമാണ് ഈ ഈ ഒരു നവരാത്രി ദിനത്തിൽ നമ്മൾ നവരാത്രിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ട് ഓരോ നമുക്ക് കാണാൻ സംസ്ഥാനങ്ങളിലും പറ്റുക. ഓരോ രീതിയിൽ ആണ് ആഘോഷിക്കപ്പെടുന്നത്, അല്ലേ? അതെ, തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ബൊമ്മക്കൊലുവിനൊക്കെ ഭയങ്കര ഫോക്കസ് ആണ്. നമ്മുടെ കേരളത്തിലോ? കേരളത്തിലാണെങ്കിൽ ഈ പൂജവെപ്പ് പൂജയെടുപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അവധിയാണ് ഉം. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതെ, പൂജവെപ്പ്. 2 ദിവസം പുസ്തകം നോക്കണ്ട, തുറക്കണ്ട, വായിക്കണ്ട, യെസ്, പഠിക്കണ്ട. അതുപോലെ തന്നെ വിദ്യാരംഭം. ഈ ഉം. നവരാത്രിയുടെ അവസാന ദിവസം വിജയദശമി ദിവസമാണ് വിദ്യാരംഭം നമ്മൾ നടത്തുന്നത്. അത് കേരളത്തിന്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഈ നവരാത്രി ദിനങ്ങളിൽ 9 ദിവസങ്ങളിൽ വിദ്യാരംഭം എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യേകത കേരളത്തിൽ മാത്രമുള്ള ആഘോഷമാണ്. അതെ, ബാംഗ്ലൂരിൽ എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി മുടക്കൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇത് ദസറയായിട്ട് മാറുകയാണ്. അതെ. നമ്മുടെ ഗുജറാത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ഗർഭ നൃത്തത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആഘോഷങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ബംഗാളിലാണ് എന്നുണ്ടെങ്കിൽ ദുർഗാദേവിയെ നദിയിൽ ഒഴുക്കുന്ന ഒരു ആചാരവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കഹാനി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വൈറ്റും അതുപോലെ റെഡ് ബോർഡർ ഒക്കെ ഉള്ള സാരിയൊക്കെ കൊടുത്ത സ്ത്രീകൾ നടക്കുന്നതൊക്കെ ആയിട്ട് ഈ ബംഗാളില്. അതെ, അതുപോലെ തന്നെയാണ് ഈ നവരാത്രി ആഘോഷത്തിന്റെ മറ്റൊരു പ്രത്യേകത. നിറങ്ങളുടെ ഒരു ആഘോഷം കൂടിയാണ് നവരാത്രി എന്ന് പറയുന്നത്. അതെ, ആഘോഷങ്ങളുടെ വൈവിധ്യം പോലെ നിറങ്ങളുടെ ഒരു വൈവിധ്യമുണ്ട്. ഓരോ ദിവസവും ഓരോ കളറാണ്, അല്ലെ? യെസ്, ആദ്യത്തെ ദിവസം മഞ്ഞയ്ക്കാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ടായിരിക്കും ഇന്ന് മഞ്ഞയൊക്കെ ഇട്ട് ഷൈൻ ചെയ്ത് വന്നതെന്ന് അല്ല, തോന്നുന്നു. ഞാൻ അബദ്ധവശാൽ മഞ്ഞ ഇട്ട് പോയതാണ്. ഇന്ന് മഞ്ഞയാണ് എന്നുണ്ടെങ്കിൽ നാളെ പച്ചയുടെ ദിവസമാണ്. യെസ്, അതേപോലെ തന്നെ പിങ്ക്, ചുമപ്പ് അങ്ങനെ തുടങ്ങിയിട്ട് 9 ദിവസവും 9 നിറങ്ങൾ. ശരിക്കും ഈ നിറങ്ങൾ നമ്മുടെ മനുഷ്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി നൽകുന്ന ഒരു സംഗതി തന്നെയാണ്, അല്ലേ? ഉം. അപ്പോൾ ഈ നവരാത്രി ദിനങ്ങളിലും 9 ദിവസങ്ങൾ 9 നിറങ്ങളെ ശരിക്കും ഈ 9 ദിവസത്തെ 3 ദിവസങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം ദുർഗാദേവിയെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. രണ്ടാമത്തെ 3 ദിവസം എന്ന് പറയുന്നത് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ലക്ഷ്മി ദേവിയായിട്ടാണ് നമ്മൾ ദുർഗാദേവിയെ ആരാധിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും മൂന്നാമത്തെ ആ ഒരു 3 ദിവസങ്ങളിലായിരിക്കും സരസ്വതി ദേവിയായിട്ട്, അറിവിന്റെ ജ്ഞാനത്തിന്റെ ഒക്കെ ദേവിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. യെസ്, അപ്പോൾ റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നവരാത്രി ദിനങ്ങളുടെ ഏറ്റവും മംഗളകരമായ ആശംസകൾ അറിയിക്കുന്നു. തിന്മയ്ക്കുമേൽ എന്നും നന്മ വിജയം വരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കുന്നു ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്. കൂടെയുള്ളത് RJ വിപിൻ ആൻഡ് ലിലിയ.